ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഒരുപാട് കാലങ്ങളായി നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പഠിച്ച് ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന മെയ് 15-ാം തീയതി നിങ്ങളുടെ SLC റിസൾട്ട് വരാൻ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ടെൻഷൻ എത്രത്തോളം എന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണല്ലോ നിങ്ങളുടെ കൂടെ ഒരാളായിട്ട് ഞങ്ങൾ വേണ്ടത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ തികച്ചും 2 പേർക്കാണ്. ആരാണ് 2 പേരെന്നല്ലേ? ഒന്ന് നിങ്ങൾക്ക് തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. കൂടാതെ തന്നെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ വീട്ടുകാരാണ്. ഇവർ 3 പേരും കൂടി ഒരു ടീമാണ്. സോ ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. റിസൾട്ട് വന്ന ഉടനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയാലും വിചാരിച്ച മാർക്ക് കിട്ടിയില്ലെങ്കിലും ഓവറായിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ സങ്കടപ്പെടുകയോ സന്തോഷിക്കുകയോ ചെയ്യരുത്. എന്തായാലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് നിങ്ങൾ കൊണ്ടുവരിക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളുടെ റിസൾട്ടിനെ പറ്റി കമ്പയർ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടി, നിങ്ങളുടെ ഫ്രണ്ട്സിന് A+ ആണ് കിട്ടിയത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഫുൾ A+ കിട്ടി. അപ്പം തന്നെ നമ്മളെ മൈൻഡ് എന്താണ്, ബാക്കിയുള്ള എല്ലാവരും വിളിച്ചിട്ട് എന്ത് ചെയ്യണം, എനിക്ക് ഫുൾ A+ കിട്ടി എന്ന് അങ്ങോട്ട് പറയും. ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്നാലും ഞാൻ പറയുകയാണ്. അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് വിഷമമുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സാണ് സാധാരണ രീതി നിങ്ങൾ ചോദിക്കാൻ പകരം നിങ്ങൾ ഈ രീതിയിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് തിരിച്ച് നിങ്ങൾക്കും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് വരാതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. എൻ്റെ ഫ്രണ്ട്സിന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 4A+ ആണ് കിട്ടിയത്, ഫ്രണ്ട്സിന് 6A+ കിട്ടി, അവൻ എൻ്റെ അത്രയൊന്നും പഠിച്ചിട്ടില്ല, അവനൊക്കെ എക്സാമിൻ്റെ തലേന്ന് മാത്രമാണ് ലൈവുകളൊക്കെ കണ്ടു കഴിഞ്ഞ് പഠിച്ചത്, എന്നിട്ട് എന്നേക്കാൾ കൂടുതൽ അവന് മാർക്ക് കിട്ടി എന്ന ചിന്തകളൊന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് വരുത്താതിരിക്കുക. പ്രധാനപ്പെട്ട കാര്യം, SSLC എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. നല്ല മാർക്ക് കിട്ടിയ അത്രയധികം സന്തോഷം, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ ആ മാർക്കിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങൾക്ക് കുറച്ച് ദൂരം കൂടിയാലും പോയി വരാൻ പറ്റുന്ന ഒരു സ്കൂളിനെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു സ്കൂളല്ല സെലക്ട് ചെയ്യേണ്ടത്, ഒരു 5-10 സ്കൂളുകളുടെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. അതായത് നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിക്കാൻ പോകുന്നത് ആ സ്കൂളിലായിരിക്കണം. 10 ലിസ്റ്റോളം 10 സ്കൂളുകളെങ്കിലും ലിസ്റ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇനി പഠിക്കുന്ന സ്ഥാപനത്തിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. നിങ്ങൾ നല്ലൊരു സ്കൂൾ, നല്ല റിസൾട്ടുള്ള സ്കൂൾ, നല്ല സ്കൂൾ എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല റിസൾട്ട്, നല്ല ലാബ്, അതല്ല നല്ല സ്കൂൾ എന്ന് പറയുന്നത്. പകരം ഏറ്റവും മികച്ച റിസൾട്ടുകളുള്ള, ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും മികച്ച റിസൾട്ടുകളുള്ള സ്കൂളിൽ വേണം നിങ്ങൾ ഇനി അഡ്മിഷൻ എടുക്കാൻ. നിങ്ങളുടെ ചുറ്റുവട്ടത്തോ ഇനി അല്ലെങ്കിൽ കുറച്ച് ദൂരം കൂടിയാലോ നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കട്ടെ ആ സ്കൂളാണ് ഏറ്റവും കൂടുതൽ സയൻസിന് അല്ലെങ്കിൽ കൊമേഴ്സിന് ഫുൾ A+ കിട്ടിയത്, ഫുൾ മാർക്ക് കിട്ടിയത്, സോ ഞാൻ അവിടെയാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ അത്തരത്തിലുള്ളൊരു 10 സ്കൂളുടെ ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട പാരൻസിനോടും നാട്ടുകാരോടും കൂട്ടുകാരോടുമാണ്. റിസൾട്ട് വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെയ് 15-ന് റിസൾട്ട് വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു 3 മണി 4 മണിക്കുള്ളിലായിരിക്കും നമുക്ക് റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരുപാട് ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടാകും, റിസൾട്ട് വന്നോ റിസൾട്ട് എന്താ, ഇങ്ങനെ വിളിച്ച് പറയേണ്ടതില്ല. എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് മുഖേനയോ ഇനിയല്ലേ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയോ ഇനിയല്ലേ നിങ്ങളെ വിളിച്ചിട്ട് അങ്ങോട്ടോ ഇനിയല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ഞാൻ നിങ്ങളെ അറിയിക്കും. അതായത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, എന്നെ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കേണ്ടത്. അത് നാട്ടുകാരോടും വീട്ടുകാരോടും പറയാനുള്ളൊരു കാര്യമാണ്. കൂടാതെ തന്നെ നിങ്ങൾ മറ്റുള്ള കുട്ടി, എൻ്റെ മോൾക്ക് ഇത്ര മാർക്ക് കിട്ടിയത്, നിൻ്റെ മോൻ ഇത്ര മാർക്ക് കിട്ടിയെന്ന് എന്ത് ചെയ്യേണ്ടതില്ല, പാരൻസിനോടോ എന്നോടോ വിളിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അന്വേഷിക്കേണ്ടതില്ല. എത്ര മാർക്കാണോ കിട്ടിയത് അതിൽ നിങ്ങൾ സന്തോഷവാന്മാരായിരിക്കുക. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങളുടെ പാരൻസിനും വീട്ടുകാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് പറയുക. നല്ലതിനായിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമുക്ക് വീണ്ടും കാണാം +1 എന്ന് പറയുന്ന ചാനൽ. സോ സൈലം ക്ലാസ് +1 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ക്ലാസ്സിൻ്റെ ബാച്ചിങ്ങിലെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സയൻസ് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും +1 സയൻസിൻ്റെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കൊമേഴ്സ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലേറ്റ് ആവരുത്. ഈ വെക്കേഷൻ ഏറ്റവും അടിപൊളിയാക്കേണ്ടതുണ്ട്. പഠനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള സമയമായിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. 2 മാസത്തോളം നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അത് മതി. ഇനി പഠിക്കാനുള്ള സമയമാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.